നമസ്കാരം. മുടിയേറ്റ് കേരളത്തിൻ്റെ അനുഷ്ഠാന നാടകമാണ്. 2010 യുനെസ്കോ മുടിയേറ്റിനെ ലോക സാംസ്കാരിക പൈതൃക പട്ടികയിൽ പെടുത്തിയിട്ടുണ്ട്. കാളി ദാരിക യുദ്ധത്തിൻ്റെ രണ്ടാം ഘട്ടത്തിൽ കാളി ദാരികനെ പോരിന് വിളിക്കും. കാളിയുമായുള്ള യുദ്ധത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ദാരികൻ പാതാളത്തിൽ പോയി ഒളിക്കുകയും തൻ്റെ ജ്യേഷ്ഠനായ ദാനവേന്ദ്രൻ്റെ സഹായത്തോടെ വീണ്ടും തിരികെ എത്തി കാളിയുമായി കൊമ്പുകോർക്കും. 14 ലോകങ്ങളിലുമുള്ള ഒരു പുരുഷനാലും താൻ കൊല്ലപ്പെടരുതെന്ന് ഉള്ള വരം ബ്രഹ്മാവിൽ നിന്നും ദാരികൻ നേടിയിരുന്നു. അങ്ങനെ അഹങ്കാരം മൂത്ത ദാരികൻ ശക്തനും വളരെയേറെ പരാക്രമിയുമായി മാറി. ദാരികനെ സഹായിക്കാനാണ് ദാനവേന്ദ്രൻ എത്തുന്നത്. ദാരിക ദാനവേന്ദ്രന്മാരുടെ അഹങ്കാരവും ദുഷ്ടപ്രവൃത്തികളും ജനജീവിതം അസഹ്യമാക്കി മാറ്റി. ഈ സാഹചര്യത്തിൽ ജനജീവിതം നല്ല നിലയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നാരദമുനിയുടെ നിർദ്ദേശപ്രകാരം പരമശിവൻ തൻ്റെ തൃക്കണ്ണിൽ നിന്ന് കാളിയെ ജനിപ്പിക്കുന്നത്. കാളിയും ദാരിക ദാനവേന്ദ്രന്മാരും തമ്മിൽ അതിശക്തമായ പോരാട്ടമാണ് നടക്കുന്നത്. മായ യുദ്ധമുറകളൊക്കെ പ്രയോഗിച്ചിട്ടും ദാരിക ദാനവേന്ദ്രന്മാർക്ക് കാളിയെ കീഴ്പ്പെടുത്താൻ കഴിഞ്ഞില്ല. കഥകളി രൂപം കൊള്ളുന്നതിന് മുന്നേ തന്നെ മുടിയേറ്റ് നമുക്കിവിടെ പ്രചാരത്തിലുണ്ട്. മുടിയേറ്റിൽ നിന്നാണ് വേഷവും കിരീടവും മൂത്തെഴുത്തുമെല്ലാം കഥകളി സ്വീകരിക്കുന്നത്. മുടിയേറ്റെന്ന് കേരളത്തിൻ്റെ ഈ തനത് കല നിലനിൽക്കേണ്ടത് ഇന്നിൻ്റെ ആവശ്യം കൂടിയാണ്. കേരളീയ ജനജീവിതവുമായി വളരെയേറെ ബന്ധം പുലർത്തിയിരുന്ന ഒരു അനുഷ്ഠാന കലയായിരുന്നു മുടിയേറ്റ്. അത് പുതിയ തലമുറയെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഓരോരോ വീഡിയോയും പങ്കുവെക്കപ്പെടുന്നത്. കാളിയുടെ ദേഷ്യവും കലിയും വർദ്ധിച്ച് സമൂഹത്തിന് ദോഷമുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കാളിക്ക് പിന്നാലെ നടന്ന് ഭൂതം കാളിയുടെ മുടിയെടുക്കുന്നത്. പഴയ തലമുറയുടെ മനസ്സിൽ വളരെയേറെ വേരോട്ടമുള്ള ഒരു പുരാവർത്തനമാണ് കാളിദാരിക പോരാട്ടം. ഇനി മറ്റൊരു കാഴ്ചയുമായി വരും വരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.